الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മരണശേഷം സ്വർഗം നൽകാമെന്നും അതേപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, തിന്മകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നരകമുണ്ടെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം സ്വർഗവും നരകവും നിലവിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഓരോ അമ്പിയാക്കളും സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ, അതേപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അല്ലാഹു കുഫാറുകൾക്കും അതേപോലെ തന്നെ വിശ്വാസികളായ തിന്മ ചെയ്യുന്ന ആളുകൾക്കും നരകമുണ്ട് എന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നരകത്തെ സംബന്ധിച്ച ഭയാനകമായ അതിൻ്റെ വിശേഷതങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളും സ്വാലിഹീങ്ങളുമെല്ലാം അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടദാസന്മാരായ ആളുകൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു പറയുന്നത് കാണാം. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം, ഞങ്ങളുടെ റബ്ബേ, ജഹന്നമിന്റെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ചു കളയണം, ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ, അതിന്റെ ശിക്ഷ അതിഭയാനകരമാണ്. നിലച്ചു പോകാത്ത, നിരന്തരമുണ്ടാകുന്ന വളരെ മോശപ്പെട്ട ഒരു സങ്കേതമാണ് നരകം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇത് പല സ്ഥലങ്ങളിൽ പല വിശേഷണങ്ങളിൽ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ നമസ്കാരത്തിൽ വരെയും തശഹുദിൽ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. നരകത്തിൽ
വ്യത്യസ്തങ്ങളായ ശിക്ഷകളുണ്ട്. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത പദവികളിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നരകത്തിനും വ്യത്യസ്തങ്ങളായ തട്ടുകളുണ്ട് എന്ന് ഖുർആനും സുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും അടിത്തട്ടിലുള്ളവരാണ് മുനാഫിക്കുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഓരോ ആളുകൾക്കും അവരവർ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, പാപങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നരകത്തിലെ അവരുടെ തട്ടുകൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നൽകപ്പെടുന്ന ശിക്ഷകളിൽ വളരെ ഗുരുതരമായ ഒരു ശിക്ഷയാണ് വൈൽ എന്നുള്ളത്. ഖുർആനിലും സുന്നത്തിലും വൈലിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. വൈലിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് അത് ശിദ്ദത്തുൽ അദാബ്, കഠിനമായ ശിക്ഷയാണ് എന്നാണ്. താങ്ങാൻ സാധിക്കാത്ത അതികഠിനമായ ശിക്ഷയാണ് വൈൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിനെ വ്യാഖ്യാനിച്ചു. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാ അത് ജഹന്നമിലെ, നരകത്തിലെ ഒരു താഴ്വരയാണ് എന്ന് പറയുന്നുണ്ട്. പല മുഫസ്സിരീങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നരകവാസികൾക്ക് ലഭിക്കുന്ന വളരെ കഠിനമായ ഒരു ശിക്ഷയാണ് വൈൽ എന്നുള്ളത്. നരകത്തെ പീഡിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കേണ്ടതുണ്ട്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്നെ തിന്മയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഷർറുകളെക്കുറിച്ച് അവർ ചോദിച്ചു പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ ആരെല്ലാമാണ്, ആരെയാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതുപോലുള്ളതായ വിശ്വാസങ്ങളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ മേൽ അനിവാര്യമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ കഠിനമായ ഈ ശിക്ഷ വൈൽ ഉണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ പ്രഥമമായി എണ്ണിപ്പറഞ്ഞിരിക്കുന്നത് കുഫാറുകളെയും മുശ്രിക്കീങ്ങളെയും തന്നെയാണ്. അവർക്ക് വൈലുണ്ട് എന്ന് പല സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. വൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷയാലുള്ള നരകം അത് കുഫാറുകൾക്കുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനന്നാർ, നരകത്താലുള്ള വൈൽ കുഫാറുകൾക്കുണ്ട് എന്ന് മറ്റൊരിടത്ത് കാണാം. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വൈലുണ്ട് എന്ന് കാണാം. അപ്പോൾ ശിർക്കും കുഫറും മനുഷ്യനെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന പാപങ്ങളാണ്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ നേരിടുന്നവർ കുഫാറുകളാണ്. അവരുടെ ശിക്ഷ ശാശ്വതമായിരിക്കും. അതിൽ അവർക്ക് ഇളവ് നൽകപ്പെടുകയില്ല. നരകത്തിന്റെ ആളുകളിൽ അഹ്ലുന്നാർ ഉണ്ട്. അഹ്ലുന്നാർ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ സ്വന്തം ആളുകളാണ്. അവർക്കതിൽ നിന്ന് മോചനമുണ്ടാവുകയില്ല. മുഅ്മിനീങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അവർ അഹ്ലുന്നാർ എന്നല്ല പറയുക. അവർ നരകത്തിൽ പ്രവേശിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടും. നരകത്തിന്റെ ആളുകളായ കുഫാറുകൾക്ക് നൽകപ്പെടുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിന് നൽകപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ്. അത് മുഖേന തലഭാഗം വരെയും കഠിനമായ രീതിയിൽ തിളച്ചുമറിയും എന്ന് ഹദീസിൽ കാണാം. അത് അഹ്ലുന്നാറിന് നൽകപ്പെടുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ്. മുഅ്മിനീങ്ങൾക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകും. അവരെ ഒരു പരിധി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമെന്നാണ്. പിന്നെയും ഒരു കാലയളവ് കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. എന്നാൽ കുഫാറുകൾക്കും മുശ്രിക്കീങ്ങൾക്കും അവരുടെ ശിക്ഷ ശാശ്വതമായിരിക്കും. അതിൽ മോചനമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരിക്കണം. ശിർക്കും കുഫറും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്.
നബിയുടെ പ്രബോധനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും മരണവേള വരെയും അതികഠിനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെ സംബന്ധിച്ച്, കുഫ്റിനെ സംബന്ധിച്ച് താക്കീത് നൽകിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകു അഖ്ഫാ ഫീ ഉമ്മത്തി മിൻ ദബീബിൻ നംലി അല സ്വഫാ ഫിൽ ലൈലത്തിൽ ദുൽമ. എന്റെ ഉമ്മത്തിൽ ശിർക്ക് അതെപ്രകാരമാണ്, അത് അഖ്ഫ വളരെ ഗോപ്യമായിരിക്കും, രഹസ്യമായിട്ട് ശിർക്ക് സംഭവിക്കും. എത്രത്തോളം മിൻ ദബീബിൻ നംലി, ഒരു ഉറുമ്പ് അതിന്റെ കാലിൽ അത് നടന്നു പോകുന്നത് എത്ര രഹസ്യമായിട്ടാണോ അതേപോലെ. ഏതിലൂടെ നടക്കുന്നത്? അല സ്വഫ, ഒരു മിനുസമുള്ള പാറയിലൂടെ വളരെ കനം കുറഞ്ഞ ഒരു ഉറുമ്പ് നടന്നു പോയി കഴിഞ്ഞാൽ ആരും അറിയുകയില്ല. അതും ഒരു ഇരുളുള്ള രാത്രിയിൽ സ്വാഭാവികമായിട്ടും അതിനെ കാണുകയില്ല. അതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് എന്ത് ചെയ്യും? ഉമ്മത്തിലേക്ക് കടന്നു വരും. ചെറിയ ശിർക്കാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും സൂക്ഷിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വലിയൊരു താക്കീതാണ്. ശിർക്കുണ്ടാകും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് ഉത്തരം നൽകിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിച്ച എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ മുശ്രിക്കീങ്ങളിലേക്ക് ചെന്നു ചേരും. എന്നിട്ടല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. വഹത്താ യഅബുദു അൽ ഔസാൻ, എന്നിട്ടവർ വസനുകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കും. വസനകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വസനുകളാണ്. സ്വനം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾക്കാണ് സ്വനം എന്ന് പറയുന്നത്. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഏതെങ്കിലും രൂപത്തിൽ കുത്തിയുണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ വിഗ്രഹം, അതാണ് സ്വനം. വസൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യാപകമാണ്. അള്ളാഹുവിന് പുറമെ ആർക്കാണോ ഇബാദത്തുകൾ അർപ്പിക്കപ്പെടുന്നത് അതെല്ലാം തന്നെ വസനുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വസനാക്കരുത്. എന്റെ ഖബറിനെ നീ ആരാധ്യ വസ്തുവാക്കരുത്, വസനാക്കരുത്. അപ്പോ വസനകൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ചില ഗോത്രങ്ങൾ, അവർ മുശ്രിക്കീങ്ങളിലേക്ക് ചേരും. അവരുടെ പണി എന്താണ്? അവർ വസനകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കും. ഖബറുകൾ ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അത് തവാഫ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, സുജൂദുകൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നേർച്ചകൾ അർപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് വസനാണ്. അത് ഉയർത്തി നാട്ടപ്പെട്ടിട്ടില്ല എങ്കിലും അത് ബിംബം തന്നെയാണ്, വസൻ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗുരുതരമായ കാര്യമാണ് ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതുപോലെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും ഈ വസനുകൾ വളരെ ധാരാളമായി കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് തുടക്കത്തിലെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണികളെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് എന്ത് ചെയ്യും? അത് ചെന്നെത്തും. അതേപോലെ തന്നെയാണ് കുഫ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന യദൈ സാഅത്തി ഫിതൻ, ഖിയാമത്തിന് മുന്നോടിയായി കൊണ്ട് ഫിത്തനകൾ ഉണ്ടാകും, നാശങ്ങൾ ഉണ്ടാകും. ഖഖ്തഇൽ ലൈലിൽ മുദ്ലിം, ഇരുളാർന്ന രാത്രിയുടെ ഭാഗങ്ങൾ കണക്കെ എന്താണ് സത്യം അസത്യം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫിത്തനകൾ ഉണ്ടാകും. ചില റിവായത്തിൽ ഇങ്ങനെയാണ്, ബാദിറു ബിൽ അഅമാലി ഫിത്നാൻ ഖഖ്തഇൽ ലൈലിൽ മുദ്ലിം, ഫിത്നകൾ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊള്ളുക. ഫിത്ന വന്നു കഴിഞ്ഞാൽ അത് ഇരുളാർന്ന രാത്രിയുടെ ഭാഗങ്ങളെ പോലെയാണ്. എന്താണ് സത്യം അസത്യം എന്ന് ചിലപ്പോൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുഴുകണം, ഫിത്നയുടെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് അതിന്റെ പ്രത്യേകത? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ മുഅ്മിനായിരിക്കും, പ്രദോഷമാകുമ്പോൾ അവൻ കാഫിറായി തീരും. അല്ലെങ്കിൽ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായിരിക്കും, പ്രഭാതത്തിൽ അവൻ കാഫിറായി തീരും. യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, അവൻ ദീൻ വിറ്റുകളയും, ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി,
അധികാരത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടി, പണത്തിനു വേണ്ടി, ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി ദീനിനെ മാറ്റിവെക്കും. ദീൻ അവനക്കൊരു പ്രശ്നവുമല്ല. എന്തു കുഫറും ചെയ്യാം, ഏത് വിഗ്രഹത്തിന്റെ മുന്നിലും പോയി കുമ്പിടാം, എനിക്ക് അധികാരം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടിയാൽ മതി, സ്ഥാനമാനം കിട്ടിയാൽ മതി. ദുനിയാവിന് വേണ്ടി ദീനിന് വിട്ടുകളയുന്ന ആളുകളുണ്ടാകും. പ്രഭാതത്തിൽ സുബ്ഹ് നമസ്കരിച്ചവരാകാം, നേരെ പോയി സുജൂദ് ചെയ്യുന്നത് ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ കുരിശിന്റെ മുന്നിലായിരിക്കും. ഇത് ദീൻ വിറ്റുകളയുന്നതാണ്, ദുനിയാവിന് വേണ്ടി വിറ്റുകളയുന്നവരാണ്. ഇത് മുഖേന കുഫർ സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുഫർ എന്ന് പറഞ്ഞാൽ പേര് ശ്രീകൃഷ്ണനെന്നോ ശ്രീരാമനെന്നോ അബൂജഹലെന്നോ അല്ലെങ്കിൽ ഉത്ബത്തെന്നോ ഫിർഔനെന്നോ ഇടണമെന്നില്ല. പേര് ഏതിലാണെന്നുള്ളതല്ല പ്രാധാന്യം, അവന്റെ പ്രവർത്തികൾ എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഷക്ക്, സംശയങ്ങൾ കുഫറിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഈമാൻ ശരിയാകണമെങ്കിൽ പ്രധാന നിബന്ധനയാണ് യഖീൻ ഉണ്ടാകണം, ഉറച്ച വിശ്വാസമായിരിക്കണം. ഷക്ക് കടന്നു വന്നാൽ, സംശയം കടന്നു വന്നാൽ തന്നെ കുഫറാണ്. സൂറത്തുൽ കഹ്ഫിൽ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യലുണ്ട് രണ്ടാളുകളെ കുറിച്ച്. ആഖിറത്തെ കുറിച്ച് സംശയം പുലർത്തിയ ഒരാളെ കുഫർ സംഭവിച്ചു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സംശയം തന്നെ കുഫറാണ്. വാക്കുകളിൽ കുഫർ സംഭവിക്കാം, പ്രവർത്തികളിൽ കുഫർ സംഭവിക്കാം, വിശ്വാസങ്ങളിൽ കുഫർ സംഭവിക്കാം. പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകൾ അശ്രദ്ധരാണ്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മുദാഹറത്തുൽ മുശ്രിക്കീന വമുആമനതുഹും അലൽ മുസ്ലിമീൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, കുഫർ സംഭവിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കുന്നവർക്ക്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക്, ആഖിറത്തെ തള്ളിപ്പറയുന്നവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുന്നവർക്ക്, ഇവർ നീചരാണെന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ആളുകളാണെന്ന് പരിഹസിക്കുന്ന തിന്മയുടെ വക്താക്കളായ ആളുകളെ സഹായിക്കുക, അവരുടെ ആദർശം വളർത്താൻ വേണ്ടിയിട്ട്, മതരഹിത സമൂഹങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദീൻ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധർമ്മമില്ലാതെയായി അധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ആളുകൾ ഈ വിഷയത്തിൽ വളരെയധികം അശ്രദ്ധയിലാണ്. ഖുർആൻ പറയുന്നത് കാണാം, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. ആരാണോ ഇസ്ലാമിന്റെ ശത്രുക്കളായ, മതത്തെ തകർക്കാൻ നടക്കുന്ന ആളുകൾക്ക് അവരോട് കൂട്ടുകൂടുന്നത്, അവരോട് സഖ്യത്തിൽ ഏർപ്പെടുന്നത്, അവനും അവരിൽപ്പെട്ടവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അങ്ങനെയുള്ള അക്രമകാരികൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്തിഹ്സാ, പരിഹാസം കുഫറാണ്. പലപ്പോഴും ആളുകൾ പല പരിഹാസങ്ങളും പറയലുണ്ട് ദീനിനെ സംബന്ധിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളെ സംബന്ധിച്ച് ഇതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഒരു നിയമം ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെയുള്ള സകല ആളുകൾക്കും ഏറ്റവും സുന്ദരമായ രീതിയിൽ, യുക്തിഭദ്രമായ നിലയിൽ അവതരിപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അതിനെ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ഇറക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തെ പരിഹസിക്കുന്നവനിൽ കുഫർ സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഗ്സിഊൻ ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ആയാത്തുകളെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടുമാണോ കളിക്കുന്നത്, തമാശ പറയുന്നത്, പരിഹസിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും പരിഹസിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു ചില ആളുകൾ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കളിയായിട്ട്, തമാശയായിട്ട് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല നിങ്ങളുടെ മതം. അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, അവന്റെ ആയാത്തുകളെ കുറിച്ച് നിങ്ങൾ കളിക്കുകയാണോ? ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഈമാനിന് ശേഷം നിങ്ങളിൽ തീർച്ചയായും കുഫർ സംഭവിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അപ്പൊ കുഫർ സംഭവിക്കുക എന്നുള്ളത് അവന്റെ പേര് മാറ്റണമെന്നില്ല, ഞാൻ കാഫിറാണെന്ന് വെട്ടിത്തുറന്ന് പറയണമെന്നില്ല. പല പല കാര്യങ്ങളിൽ, വർത്തമാനങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, സംശയങ്ങളിലൂടെ, ചില നിലപാടുകളിലൂടെ
ചില കൂട്ടുകെട്ടുകളിലൂടെ അതിലൂടെയെല്ലാം കുഫർ സംഭവിക്കാം എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതിനെ സംബന്ധിച്ച് നല്ല ജാഗ്രത പാലിക്കൽ വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ്. ഷിർക്കും കുഫറും വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ചെറിയ ഷിർക്കാകട്ടെ വലിയ ഷിർക്കാകട്ടെ, ചെറിയ കുഫറാകട്ടെ വലിയ കുഫറാകട്ടെ, രണ്ട് രീതിയിലുണ്ട്. ചെറിയ ഷിർക്കും ചെറിയ കുഫറും ഇതൊരാളെ ദീനിൽ നിന്ന് പുറത്തേക്ക് കളയുകയില്ല, പക്ഷേ വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ്, നീയില്ലായിരുന്നെങ്കിൽ നീയും അള്ളാഹുമാണ് എനിക്ക് രക്ഷ എന്നൊരാൾ പറഞ്ഞു. പലപ്പോഴും സാധാരണ പറയുന്ന ഒരു വാക്കാണ്, അള്ളാഹു നീയുമാണ് എനിക്ക് ഉള്ളൂ, വേറെ ആരുമില്ല. ഇതിന് ചെറിയ ഷിർക്ക് എന്നാണ് പറയുക. ഇത് മുഖേന ഒരാൾ ചെയ്തിരിക്കുന്നത് കഠിനമായ പാപമാണ്. വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ, അതിനേക്കാളെല്ലാം വലുതാണ് ഷിർക്ക്. അത് ചെറിയ ഷിർക്കാണെങ്കിലും ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അത് സംസാരത്തിലിടക്ക് വന്നതാണ്. അതെ, സംസാരത്തിലിടക്ക് വന്നതായതുകൊണ്ടാണ് അതിന് ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് മുഖേന നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല. കാരണം സംസാരത്തിൽ അറിയാതെ സംഭവിച്ചതാണ്. നീ അവനെയും അള്ളാഹുവിനെയും സമമാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് ചെറിയ ഷിർക്കായത്. നേരെ മറിച്ച് അവനെയും അള്ളാഹുവിനെയും നീ സമമാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് എങ്കിൽ വലിയ ഷിർക്കാണ് അത് മുഖേന സംഭവിക്കുക. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ കുഫറുകളുമുണ്ട്. ഒരാൾ പറയുകയാണ് ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം. ചിലപ്പോൾ ചെറിയ കുട്ടികളെല്ലാം പറയലുണ്ട്, ചെറിയ കുട്ടികളെ സഹിതം എന്ത് ചെയ്യേണ്ടത്, തൗഹീദ് പഠിപ്പിക്കേണ്ടതുണ്ട്. പല നാടുകളിലും സാധാരണ രീതിയിൽ സംസാരിക്കുന്നതാണ്. ഉപ്പയെ പിടിച്ച് സത്യം ചെയ്യുക, ഉമ്മയെ പിടിച്ച് സത്യം ചെയ്യുക, തലതൊട്ട് സത്യം ചെയ്യുക, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാവൂ. അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫർ, അവരിൽ ചെറിയ കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സംസാരങ്ങളിലും വിശ്വാസങ്ങളിലും പ്രവർത്തികളിലും വന്നുകൂടാ. നല്ല രീതിയിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പോൾ വൈയിൽ ലഭിക്കുന്ന, കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രഥമമായ ആളുകൾ കുഫർ സംഭവിക്കുന്ന ആളുകൾ, ശിർക്ക് സംഭവിക്കുന്ന ആളുകളാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ പാലിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. വയിൽ ലഭിക്കുന്ന ആളുകളിൽ മറ്റൊരു വിഭാഗം വാലിമീങ്ങളാണ്, അക്രമം ചെയ്യുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഫവൈലുൽ ലില്ലദീന ളലമു മിൻ അദാബി യൗമിൻ അലീം. അക്രമകാരികളായ ആളുകൾക്ക് വയിലുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അക്രമം ചെയ്യുക എന്നുള്ളത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അതിന്റെ ഭവിഷ്യത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വാലിമീങ്ങളെ, അക്രമകാരികൾക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കൂല, സന്മാർഗം കൊടുക്കൂല. അതേപോലെ തന്നെ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അക്രമം ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെടുകയില്ല, വിജയിക്കുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് തുടങ്ങി ധാരാളം അതിന്റെ പ്രത്യാഘാതങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ശിക്ഷകൾ ദുനിയാവിൽ വച്ച് തന്നെ നേരിടേണ്ടി വരുന്ന ഒരു പാപമാണ് അക്രമം എന്നുള്ളത്. ഖുർആൻ പറയുന്നത് കാണാം, വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു. ആ ഗ്രാമങ്ങളെ, മുൻകഴിഞ്ഞിരിക്കുന്ന പല അമ്പിയാക്കളും പ്രബോധനം നടത്തിയ അവരെ തള്ളിക്കളഞ്ഞ ആ നാടുകളെ അള്ളാഹു നശിപ്പിച്ചു. എപ്പോഴാണ്? ലമ്മാ ളലമു, അവർ അക്രമം ചെയ്ത സന്ദർഭത്തിൽ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ, അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു,
തൗറാത്തിൽ പറയുന്നുണ്ട്, ഒരാൾ അക്രമം ചെയ്താൽ അവന്റെ വീട് നശിച്ചു പോകും, വീട്ടിൽ ബറക്കത്തുണ്ടാവുകയില്ല, വീട്ടിൽ സമാധാനം ഉണ്ടാവുകയില്ല, അതിന് നാശമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇത് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. ഫതിൽക ബുയൂതുഹും ഖാവിയ ബിമാ ളമു, അവരുടെ വീടുകൾ അത് ശൂന്യമായി മാറും, ശൂന്യമായ നിലയിൽ നിലം പതിക്കുന്നതാണ് അവർ അക്രമം ചെയ്ത കാരണത്താൽ. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ, വിവരമുള്ള ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. വഅൻജൈനല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അങ്ങനെ വിശ്വാസം ഉൾക്കൊള്ളുന്ന തഖ്വ പാലിച്ച ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പോൾ മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹത്തിൽ അവരുടെ വീടുകൾ തന്നെ ഒന്നടങ്കം നശിപ്പിച്ച് കളയാൻ കാരണമായത് അക്രമമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത് കാണാം. അക്രമം വളരെയധികം ഗൗരവപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നിസ്സാരമായി കൊണ്ടാണെങ്കിലും ആളുകൾ തമാശക്കാകാം, ആളുകൾ ആക്രമിക്കുന്നവരുണ്ട്. അക്രമത്തെ ഉലമാക്കൾ മൂന്നായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന്, ഒരാൾ അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. ഇതാണ് ഏറ്റവും ഗുരുതരമായത്. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഷിർക്ക്, കുഫർ, നിഫാഖ്, ഇതാണ് അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമം. ഖുർആൻ ചോദിക്കുന്നത് കാണാം, ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേൽ വ്യാജാരോപണം നടത്തുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? ഏറ്റവും വലിയ അക്രമി അവനാണ്. ഇതും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക, നമ്മുടെ ഇച്ഛക്കനുസരിച്ച് സംസാരിക്കുക, എന്താണോ ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്, സ്വഹാബികൾ അതിനെ മനസ്സിലാക്കിയത്, അതായിരിക്കണം ദീൻ. നേരെ മറിച്ച് ദീൻ സ്വയം ഇച്ഛക്കനുസരിച്ച് പറയുക, ഇത് അള്ളാഹുവിനോട് കളവ് കാണിക്കലാണ്, അള്ളാഹുവിനെതിരിൽ വ്യാജം പറയലാണ്. അവർ കഠിനമായ അക്രമകാരികളായിരിക്കും. അതേപോലെ തന്നെ ഷിർക്കിനെ സംബന്ധിച്ച് ദുൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഷിർക ലദുൽമുൻ അദീം, ഷിർക്ക് ഏറ്റവും ഗുരുതരമായ അക്രമമാണ്. അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമങ്ങളിൽപ്പെട്ടതാണ് ഷിർക്ക്, കുഫർ, നിഫാഖല്ല. മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന അക്രമങ്ങളുണ്ട്, ഇതും കഠിനമാണ്. ഒരാൾ വേറൊരാളെ കളിയാക്കുന്നു, ചിലപ്പോ തമാശക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഏതെങ്കിലും പേരുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ നിറത്തിന്റെ പേരിൽ, അവന്റെ ശരീരപ്രകൃതിയുടെ പേരിൽ, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ പേരിൽ, പല പല കാര്യങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കലുണ്ട്. അഭിമാനത്തിന്, ഒരു മുഅ്മിനിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബക്ക് നൽകിയിരിക്കുന്ന ആദരവിനേക്കാൾ വലിയ ആദരവാണ് ഒരു മുഅ്മിന്റെ ശരീരത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെ പരിഹസിക്കാൻ പാടില്ല, അവനെ കളിയാക്കാൻ പാടില്ല. ചിലപ്പോൾ തമാശക്കായിരിക്കാം, അതവന്റെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ വളരെ ഗുരുതരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്തഖി ദഅവതൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഇത് പറഞ്ഞത് മുആദ് റളിയല്ലാഹു അൻഹുവിനോടാണ്. മുആദ് റളിയല്ലാഹു അൻഹു കുഫാറുകളുടെ നാടുകളിലേക്ക് ദഅവത്തിന് പോവുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, അവിടെ പോയി അക്രമം കാണിക്കരുത്, അവിടെയുള്ളത് കുഫാറുകളാണ്, പക്ഷെ നീതിയിലെ നിവർത്തിക്കാവൂ. അക്രമം ചെയ്യപ്പെടുന്നത് കാഫിറിനോടാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ആക്രമിക്കപ്പെടുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ വേറൊരു മറയുമില്ല. ഇത് പറയുന്നത് കുഫാറുകളുടെ ഇടയിലേക്ക് നിയോഗിക്കപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അപ്പൊ ഒരു മുഅ്മിനെ ഉപദ്രവിക്കുന്ന കാര്യം അത്ര ഗുരുതരമായിരിക്കും. കാഫിറിനെ പോലും ഉപദ്രവിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ തമാശക്കാണെങ്കിലും വെറുതെ കാര്യമാക്കാതെയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് രസമായിരിക്കാം, പക്ഷേ അത് ആരെയാണോ മുറിവേൽപ്പിച്ചത് അവൻ ഒരുപക്ഷെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ആളുകളുടെ മുന്നിൽ അവഹേളിക്കപ്പെടുന്നു, ആക്ഷേപിക്കപ്പെടുന്നു, കളിയാക്കപ്പെടുന്നു. അവൻ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അക്രമിയുടെ ഗണത്തിൽപ്പെടും ഈ മുറിവേൽപ്പിച്ചവൻ. ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, കച്ചവടത്തിലൂടെ കൃത്രിമത്വം കാണിക്കുന്നു, ആളുകൾക്ക് അവരോട് അക്രമം കാണിക്കുന്നു,
അല്ലെങ്കിൽ ശാരീരികമായ അക്രമമായിരിക്കാം, ഏതാണ് എങ്കിലും ആളുകളെ ആക്രമിക്കുക എന്നുള്ളത് വയ്യിൽ കരഗതമാക്കുന്ന, വയ്യിലിനെ അവകാശപ്പെട്ടവരാക്കി മാറ്റുന്ന ഗുരുതരമായ പാപമാണ്. അതേപോലെ തന്നെ സ്വന്തം നഫ്സുകളോട് ചെയ്യുന്ന അക്രമമുണ്ട്. ഒരാളൊരു പാപം ചെയ്യുകയാണ്, ആ പാപം ചെയ്യുന്നത് മുഖേന അവൻ വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പാപമല്ല. എന്നാലും ഈ പറയുന്ന എല്ലാ പാപങ്ങളും അങ്ങനെയാണ്. ഒരാൾ ശിർക്ക് ചെയ്തു, കുഫ്ർ ചെയ്തു, അല്ലെങ്കിൽ വേറെ ഒരാളെ ഉപദ്രവിച്ചു, യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് എന്താണ്? അവന്റെ നഫ്സിനെയാണ് അവൻ ആക്രമിക്കുന്നത്. അവന്റെ നഫ്സിനെ നരകത്തിലേക്ക് കൊണ്ടുവിടാനുള്ളതായ പണിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം നഫ്സിനോടുള്ള അക്രമവും ഉലമാക്കൾ എണ്ണി പറയുന്നുണ്ട്. ഫമിൻഹും വാലിമുൽ ലിനഫ്സി, മുഅ്മിനീങ്ങളിൽപ്പെട്ട 3 കാറ്റഗറികൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്. അവരിൽ ഒരു വിഭാഗം സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വന്തം നഫ്സിനോടാകട്ടെ, മറ്റുള്ളവരോടാകട്ടെ, അള്ളാഹുവിനോടാകട്ടെ അക്രമം ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമാണ്. വയില് കിട്ടാൻ പര്യാപ്തമായിരിക്കുന്നതായ പാപമാണ്. അള്ളാഹു ഇതുപോലുള്ളതായ ശിക്ഷകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നാം എവരെയും കാത്തുരക്ഷിക്കട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നാം എവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.